ഹലോ ആരാ? ശീതള എന്തേ? എന്ത്? അതെ വന്നു ഉറപ്പാ? ശരി. എവിടെ? ഇപ്പഴല്ലേ അത് വന്നൂന്ന് പറഞ്ഞ്? വരുന്നതും പോണതും ഒക്കെ ഒന്നിച്ച. ഒരു കാര്യം ചെയ്യാം, മീറ്റിംഗ് നടന്നോട്ടെ. എനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടെ ആള് വരുമല്ലോ. എന്താണിത്? എന്താ ആശുപത്രി അല്ല. ആരെ കാണാനാ? പ്രസിഡന്റ് കാണാൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകിട്ട് വരാം കേട്ടാ. ശരി ശരി. ഓക്കെ. എന്താ ഇപ്പത്തി കൊര മാറുന്നില്ല. പനീന്റെ കൂടെ വന്ന കൊരയാണേ. പനി മാറിയാലും കൊര ഇങ്ങനെ നിക്കുക. മരുന്ന് വെച്ചിട്ട് ഞാനൊരു അപേക്ഷയായിട്ട് വന്നാണ്. ഞാൻ നമ്മളെ 3-ാം വാർഡിലെ താമസിക്കുന്നതാ. പേര് മൊയ്തു. നമ്മളാ ദേശത്തൊന്നും പൈപ്പിൽ വെള്ളമില്ല. വലിയ അടങ്ങാറില്ല. വാട്ടർ കണക്ഷൻ കിട്ടിയില്ലേ? വാട്ടർ കണക്ഷൻ കിട്ടിയോണ്ടായോ? അതിന് വെള്ളം വരണ്ടേ? ഇതിപ്പോ ഈ വേനൽക്കാലം ആയതുകൊണ്ടാവും വെള്ളം കുറച്ച് കുറവ്. വേനൽക്കാലൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായില്ലേ പ്രസിഡന്റ്? പിന്നെ ഒന്നാമത് ഈ വെള്ളം തരണത് ഞങ്ങളല്ല, അത് വാട്ടർ അതോറിറ്റിക്കാര് തരണം. ഒരു തരട്ടെ? അത് തന്നോളൂ. എപ്പ തരിക? ആവശ്യത്തിന് കിട്ടേണ്ട വെള്ളല്ലേ? നിങ്ങളുടെ ഭാഗത്തേക്ക് പൈപ്പ് കണക്ഷൻ ഉള്ള സമയത്ത് അവിടെ റോഡ് ചെറുതായിട്ടൊന്ന് മുറിക്കണം എന്ന് പറഞ്ഞല്ലോ. അന്ന് അത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആളെ കൂട്ടിയിട്ട് തടഞ്ഞത് നിങ്ങളല്ലേ? നമ്മൾ തന്നെയാണ് അല്ലേ? അതെന്തുകൊണ്ടാ? റോഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ നിങ്ങൾ റോഡ് കീറാൻ വന്ന്. അതിനാ നമ്മൾ എതിരുന്നത്. നമുക്ക് റോഡും വേണം വെള്ളവും വേണം സാറേ. പണ്ടൊക്കെ ഈ പഞ്ചായത്തിൽ ലോറിയിൽ ടാങ്കിൽ വെള്ളം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുത്തില്ല. അതുപോലെ എന്തെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചൂടെ? അതുപോലെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എന്താണ്? ഇലക്ഷൻ അല്ലേ? അപ്പൊ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിട്ട് വെള്ളം തന്നാന്ന് മറ്റേ പാർട്ടിക്കാർ വന്ന് പറയും. മാത്രല്ല അത് പെരുമാറ്റച്ചട്ട ലംഘനാണ്, ചെയ്യാൻ പാടില്ല. അതാണ്, അല്ലെങ്കിൽ തരില്ലേ? എന്താ നമ്മള് ചെയ്യ? വെള്ളം ഇല്ലാണ്ട് പറ്റൂല്ലോ. അതാന്റെ സങ്കടം. അതാണിപ്പോ ഞാൻ അപേക്ഷയായിട്ട് വന്നതേ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാന് കലക്ടറായിട്ടൊന്ന് ബന്ധപ്പെട്ടെ. ഇപ്പൊ കലക്ടർ വിചാരിക്കണം അല്ലേ? പ്രസിഡന്റ് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല. എന്താ കയ്യിൽ വെച്ചോ. നിങ്ങളൊക്കെ ജയിപ്പിച്ച് ഇങ്ങോട്ട് എത്തിച്ച് ഞാനും കൂടിയൊക്കെ ചേർന്ന വോട്ടോണ്ടാണ് കേട്ടോ. എനിക്കറിയാലോ. അതെനിക്കറിയാലോ. അതുകൊണ്ടാണ് വന്ന് പറഞ്ഞു. നമ്മുടെ നാടിന്റെ കാര്യമാണല്ലോ, അപ്പൊ നിങ്ങൾ ഇടപെടണല്ലോ. ശരി ശരി. എന്നാ ഞാൻ പോട്ടെ. എന്നാല് ആയിക്കോട്ടെ. കളക്ടർ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിക്കാം. ഞാൻ വിളിച്ചിട്ട് പോവാം. അല്ലല്ലോ, നിങ്ങൾ പൊക്കോ. നിങ്ങൾ പൊക്കോ, ഞാൻ വിളിച്ചോളാം. അടക്ക്. ആ പൈപ്പും തുറക്ക്. എന്താ ഇതില് വെള്ളമില്ലല്ലോ? വെള്ളമില്ലല്ലോ. ഇല്ല. പിന്നെ നീ എന്തിനാണ് ഈ ബില്ല് എനിക്ക് തന്നത്? അത് നിങ്ങള് ഉപയോഗിച്ച ബില്ലല്ലേ? ഇവിടെ പൊട്ടാ വെള്ളമില്ലാതെ എങ്ങനെ ഉപയോഗിക്കാ? വെള്ളമില്ല. വെള്ളമില്ല. പിന്നെ നീ ഇങ്ങനെ 430 എന്നൊക്കെ എഴുതി തന്നാല്? അല്ല, അതിപ്പോ നമ്മള് ഈ മീറ്ററിൽ കാണിക്കൂലേ? മീറ്ററിൽ കാണിക്കുന്നത് ഞങ്ങൾ എത്ര ഉപയോഗിച്ചുള്ള കണക്ക് ഇവിടെ ഉണ്ട് കൃത്യമായിട്ട്. ഇവിടെ വെള്ളം ഇല്ലാതെ എങ്ങനെ ബില്ല് വരും? അത് നിങ്ങൾ ഉപയോഗിച്ചതിന്റെ ബില്ലല്ലേ ഇത്? ഇവിടെ വെള്ളം ഇല്ലാതെ എങ്ങനെ ഈ മീറ്റർ കറങ്ങണം? നിന്റെ അപ്പൂപ്പൻ വന്ന് കറക്കോ? അമ്മമ്മേ, നിന്റെ അമ്മൂമ്മ പിന്നെ അച്ചാച്ചനെ പറഞ്ഞ് നിന്റെ തോന്നിയാസം ഇവിടെ നടക്കൂല. എന്ത് ഞാൻ അതിൽ കാണിക്കുന്ന ബില്ല് അമ്മമ്മ ഞാൻ എഴുതുന്നത്. നിനക്ക് തോന്നിയ ഒരു പൈസ അങ്ങനെ എഴുതാ, എന്നിട്ട് എല്ലാ
വീട്ടിലും കൊടുക്കാം. ഇങ്ങക്ക് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഓഫീസിൽ അവിടെ പോയി പറഞ്ഞു. നിന്റെ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കില്ല എന്റെ പണി. ആണോ? ഞാനെന്താ നീ അല്ലടെ വീട്ടിൽ കയറി ഒന്ന് തോന്നിയാസം കാണിക്കണേ. തോന്നിയാസം കാണിക്കും? എന്ത് തോന്നിയാസം കാണിച്ചു ഇവിടെ? പിന്നെ അല്ലാതെ നിന്റെ കള്ളക്കണക്ക് എഴുതല്ലേ ഇവിടെ? നിങ്ങൾ വെറുതെ ഈ ആവശ്യമില്ല സംഗതി പറയട്ടോ. നീ കള്ളനാ കള്ളൻ. ഞാൻ നിങ്ങളെ കൊല കെട്ടുക്കും അല്ലെ മാങ്ങ കെട്ടുക്കും ഇവിടുന്ന്. എന്ത് വർത്താനാ നീ പറയുന്നത്? ഇവിടെ അത്ര നേരം നിന്നപ്പോ എനിക്ക് മനസ്സിലായി അവിടെ കിടക്കണ തേങ്ങ എണ്ണീതല്ലേടാ നീ. എന്റെ അമ്മമ്മ ഞാനവിടെ ആരെടാ നിന്റെ അമ്മൂമ്മ? പിന്നെ ആരാ നിങ്ങള്? നിന്റെ ചെവിക്കൊല്ലടിച്ച് പൊളിക്കുന്നേ. ഞാൻ ഉള്ള ബില്ല് ഞാൻ എഴുതി തന്നിട്ട് അത് നിങ്ങൾ അടക്കാതിരിക്കുകയോ ചെയ്യും. ആ. എന്റെ മേപ്പാഞ്ഞിട്ട് അങ്ങനെ നിന്റെ കള്ളക്കണക്ക് എഴുതലോ എന്റെ പണി. കള്ളക്കണക്ക് എഴുതിയിട്ടില്ല അമ്മമ്മേ. എഴുതിണ്ട്. നിന്റെ മുഖത്തിന്റെ കള്ളലക്ഷണം. എന്റെ മുഖത്താ? ആ. എന്റെ മുഖത്ത് കള്ളലക്ഷണം? ആ, ഉണ്ട്. നിങ്ങൾ വെറുതെ വർത്താനം പറയണം. നിങ്ങൾ ആ ബില്ല് അടച്ചോളി. ഇല്ല. അടുത്ത മാസം നിങ്ങൾക്ക് വെള്ളം കിട്ടും വരും. എന്താ വേണ്ടമ്മ അവിടെ? ആ. സുഗതാ അല്ല ഇന്നെന്താ പ്രശ്നം? കള്ളനാ കള്ളൻ. ആ. എന്തെന്ന് ഇവര് പറയുന്നത്? ഞാൻ എന്ത് കെട്ടുന്നാ പറയുന്നത് നിങ്ങള്? അതെ ഇവിടെ വെള്ളം ഇല്ലല്ലോ. ഇല്ല ഇല്ലേ? ഇല്ല. മെമ്പറോട് ആൾക്കാരൊക്കെ പറയണില്ലേ ഇത്? പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെള്ളം ഇല്ല എന്നുള്ള വിവരം സുഗത മെമ്പർക്ക് അറിയാലോ. അറിയാ. പിന്നെ ഇവൻ എന്തിനാണ് ഈ 400 രൂപന്റെ ബില്ല് എനിക്ക് തന്നത്? എടോ അതെ, ഈ പൈപ്പിൽ ഇങ്ങനെ വെള്ളവും വരുന്നില്ല, വാട്ടർ ബില്ല് കൂടുതലും വരുന്നുണ്ട് എന്ന് മൊത്തത്തിൽ ജനങ്ങൾ മൊത്തം പരാതി പറയുന്നുണ്ട്. അതിന് ബലിയാടാവണ് ഞങ്ങൾ ഈ മെമ്പർമാരാണ്. അപ്പൊ ഇത് എങ്ങനെയാ ഇപ്പൊ ഇതിങ്ങനെ ബില്ല് വന്ന്? അല്ല മെമ്പറേ, അത് ഈ നമ്മൾ ഈ മീറ്ററിൽ കാണിക്കുന്ന പൈസയാണ് അതിൽ എഴുതി കൊടുക്കുന്നത്. അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നില്ലല്ലോ. മീറ്റർ നിന്റെ ഒപ്പം വന്ന് കറക്കിയതാണ്. ഈ വെള്ളം ഇല്ലാതെ എങ്ങനെയാണ് മീറ്റർ കാണിക്കണേ? അല്ല എന്റെ മണ്ടുമ്മ, അത് അവൻ പറഞ്ഞതാണ് ശരി. അവനിപ്പോ ഈ മീറ്ററിൽ കാണുന്നത് പോലെയല്ലേ ഇപ്പൊ ഇതിന് ബില്ല് എഴുതാൻ പറ്റും. അവൻ അവന്റെ ജോലി ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. സുഗത, വെള്ളം നമ്മൾ ഉപയോഗിച്ചാലല്ലേ ഇതിങ്ങനെ മീറ്റർ കാണിക്കുള്ളൂ. അല്ല അത് മണ്ടുമ്മ പറഞ്ഞല്ലേ ശരി. അതെങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടല്ലേ ഇത് മീറ്ററിൽ ഇങ്ങനെ കറങ്ങുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എങ്ങനെ എത്ര ബില്ല് വന്ന്? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ ഓഫീസിൽ ചെന്ന് പറയാം. അല്ലാണ്ട് എനക്കെന്ത് അവന്റെ കള്ളത്തരം പിടിച്ചപ്പോ ഓഫീസിൽ പോയി പറയാം. അല്ല അത് അവൻ പറഞ്ഞല്ലേ ശരി. അവന്റെ ജോലി ഈ ബില്ല് എഴുതി തരാന്നുള്ളതല്ലേ. നമ്മൾ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കണം. അത് അവൻ പറഞ്ഞാൽ ശരി. അല്ല സുഗത മെമ്പർ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കാതെ. നിങ്ങള് ഒരു കാര്യം ചെയ്യും, അടച്ചാലും അടച്ചില്ലെങ്കിലും ഇല്ല, ഞാൻ പോന്ന വേറെ വീട്ടിൽ കാര്യമുണ്ട്. കള്ളക്കണക്കായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ അങ്ങോട്ട് കൊടുക്കുന്ന ഓർത്ത്. അല്ല മണ്ടുമ്മ വിഷമിക്കണ്ട. ഈ വെള്ളത്തിന്റെ കാര്യം മൊത്തത്തിൽ എല്ലായിടത്തും ഒരു പരാതി ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു അടിയന്തര യോഗം കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കാം. യോഗം കൂടിയ വെള്ളം വരുമെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് പോയിക്കോ. അല്ല മണ്ടുമ്മ, അത് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണല്ലോ. പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കൊണ്ട് പെട്ടെന്നൊരു വാഗ്ദാനം നടത്തിയിട്ട് നമുക്ക് നിറവേറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത് മീറ്റിംഗിൽ വെച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ഒരു തീരുമാനത്തിലെത്താം. അപ്പൊ ഈ ഇലക്ഷൻ കഴിയണ വരെ വെള്ളമില്ലാണ്ട് ഇവിടെ കിടക്കണം അല്ലേ? അല്ല അത് വേണ്ട. എന്തായാലും ഞങ്ങളൊന്ന് മീറ്റിംഗ് കൂടട്ടെ, അപ്പൊ ഒരു തീരുമാനം എടുക്കാം കേട്ടോ. എന്നാ ശരി. ഓരോ കള്ളത്തരങ്ങളായിട്ട് ഓരോ ജാതി ഇറങ്ങിക്ക. ഇനിയിപ്പോ ഇലക്ഷൻ കഴിയണ വരെ വെള്ളം പ്രതീക്ഷിക്കണ്ട. അതാണ്. പ്രിയമുള്ള കുഴിവിള കുടുംബ ഗ്രൂപ്പിലെ എല്ലാ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഓഫീസിലെ തിരക്കിനിടയിലും നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനം ഞാൻ പാടാൻ പോവുകയാണ്. പുതിയ ഗാനമായതുകൊണ്ട് തന്നെ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. സദയം ക്ഷമിച്ചുകൊണ്ട് എൻ്റെ ഈ ഗാനം കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ അതെല്ലാം കറക്റ്റ് ചെയ്ത് ആലപിക്കുന്നതാണ്. പെരിയോനേ റഹ്മാനേ പിരിയോനേ റഹീമേ പിരിയോനേ റഹ്മാനേ പിരിയോനേ റഹീമേ അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. ഹലോ മണ്ണിൽ ആ പറയാ നമ്പർ എത്രയാണ് അതിലിട്ട് നോട്ടീസിലെ നമ്പർ? 16 82 20 അല്ലേ? ഞാൻ നോക്കിയിട്ട് വിളിച്ചു പറയാം കേട്ടാ. നോക്കിയിട്ട് ഈ നമ്പറിൽ വിളിച്ചു പറയാം. ഓ ശരി. എൻ്റെ പ്യാരിജാത, ഒരു ഫോൺ നമ്പർ എഴുതിയെടുക്കുമ്പോഴല്ല പാട്ട് പാടണത് കേട്ടോ. അതിന് ഇച്ചിരി പണിയുണ്ട്, അത് സാഹസമാണത്. ഇത് ഞാൻ ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് അത് ചെയ്താൽ പോരെ? ഇത് കുടുംബ ഗ്രൂപ്പിൽ ഇട്ടോണ്ടിരിക്കുകയല്ലേ ഞാൻ. സാറേ ഇത് മറ്റേ കുടിശ്ശിക അദാലത്തുള്ളവരെ നോട്ടീസുകാർ വിളിക്കണം. എത്ര രൂപ അടക്കണം? കുടിശ്ശിക ഇപ്പൊ ഈ പാട്ട് കുടിശ്ശികയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. കുടുംബ ഗ്രൂപ്പിൽ പരാതി കാരണമാണ് ഞാനിത് ഇപ്പൊ ഇതിനിടയിൽ നിന്ന് പാടുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ ഈ ഫോൺ ഒന്ന് നിശബ്ദമാക്കി വേ. സാറേ
ഭയങ്കര ബോറാണ്. ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വിട്ടയച്ചാൽ മതി. ചിലപ്പോൾ സാറിന്റെ കുടുംബക്കാരായോണ്ട് പറയാത്തായിരിക്കുള്ളൂ. സഹിക്കാനൊക്കെ ഉള്ളത് അത് വെട്ടില്ല ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് അല്ലേ ഫോണ് സംസാരിച്ചത്. പുതിയ പാട്ടല്ലേ, അപ്പോൾ അത് പാടിയൊക്കെ പഠിക്കാം. അത് ഒരുമാതിരി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ഉള്ള പാട്ടാണ്. കുറച്ച് സമയമൊന്നും ഉണ്ടാതിരിക്കും, ഒരു പണി ചെയ്ത് തീർത്തോട്ടെ, ഒന്ന് പാടിക്കോട്ടെ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.